വഅമ്മൽ ഫൗജുർ റാബിഉ, നാലാമത്തെ വിഭാഗത്തെ ഹബീബായ തങ്ങൾ പരിചയപ്പെടുത്തുന്നു. ഫയുഹ്ശറൂന മിൻ ഖുബൂരിഹിം, അവരവരുടെ ഖബറുകളിൽ നിന്ന് മഹ്ശറിലേക്ക് കടന്നു വരുന്ന രംഗം. നാലാമത്തെ വിഭാഗം ആരാണ്? തജ്രി മിൻ അഫ്വാഹിഹിം ദമും, അവരുടെ വാഴയിലൂടെ രക്തം ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. രക്തവും ജലവും അവർ ഛർദ്ദിച്ചുകൊണ്ടേയിരിക്കുന്നു. തജ്രി അലൽ അർള്, അവർ നടന്നു വരുമ്പോൾ ആ ഭൂമിയിലൂടെ അവരതാ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നു. രക്തവും ജലവും അവർ ഛർദ്ദിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ രൂപത്തിലാണ് മഹ്ശറിലേക്ക് വരുന്നത്. വന്നാറു തജ്രി മിൻ അഫ്വാഹിഹിം വന്നാറു തഖ്റുജു മിൻ അഫ്വാഹിഹിം, തീജ്വാല അവരുടെ വാഴയിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തീജ്വാല വന്നുകൊണ്ടിരിക്കുന്നു. അതോടുകൂടെ രക്തവും ജലവും അവർ ഛർദ്ദിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഈ രൂപത്തിൽ ഒരു വിഭാഗം മഹ്ശറിലേക്ക് കടന്നു വരുമ്പോ ജനങ്ങൾ ചോദിക്കുകയാണ്, പടച്ചവനെ, ഇവർ ആരാണ്? ഈ രൂപത്തിൽ കടന്നു വരുന്ന വിഭാഗം ആരാണ്? എന്തൊരു വിഷമമാണ് ഇവരെ കാണാൻ, എന്ത് തെറ്റാണ് ഈ വിഭാഗം ചെയ്തതെന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് വിളിയാളം വരുന്നു. ഫയുനാദിൽ മുനാദി മിൻ ഖിബലിർ റഹ്മാൻ, അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ഒരാൾ വിളിച്ചു പറയുന്നു, ഈ രക്തവും ചെലവുമൊക്കെ ഛർദ്ദിച്ചുകൊണ്ട് നടന്നു വരുന്ന വിഭാഗമാരാ? ഹൗലാഇ അല്ലദീന കദബൂ ഫിൽ ബൈഇ വശ്ശിറാ, കച്ചവടം ചെയ്യുമ്പോൾ കളവ് പറഞ്ഞ് കച്ചവടം ചെയ്ത ആളുകളാണ്. കളവ് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ചതിച്ചുകൊണ്ട് കച്ചവടം ചെയ്ത ആളുകളാണ്. വളരെ മോശപ്പെട്ട ചരക്ക് വളരെ ഉഷാറാണെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ജനങ്ങളോട് കളവ് പറഞ്ഞുകൊണ്ട് കച്ചവടം ചെയ്ത ആളുകൾ, ആ വിഭാഗത്തിനുള്ള കൊടുക്കുന്ന ശിക്ഷയാണിത്. കച്ചവടത്തിന് വലിയ മഹത്വം ഇസ്ലാം കൊടുത്തിട്ടുണ്ടല്ലേ. നല്ല കച്ചവടക്കാർ താജിറുൽ അമീനു സദൂഖുൽ മുസ്ലിം, മുസ്ലിമായ സത്യസന്ധനായ വിശ്വസനായ കച്ചവടക്കാരൻ ആരെ കൂടെയാ റസൂൽ എന്ന് പറഞ്ഞത്? മഅശുഹദാഇ യൗമിൽ ഖിയാമ, ശുഹദാക്കളോട് കൂടെയാണ് ഖിയാമത്ത് നാളിൽ നിന്ന്. നല്ല കച്ചവടക്കാർ, വിശ്വസ്തരായ കച്ചവടക്കാർ, ജനങ്ങളെ പറ്റിക്കാൻ പാടില്ല. ഉള്ള ന്യൂനതകൾ പറഞ്ഞു കൊടുക്കണം. ആ ന്യൂനത മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിച്ചാൽ അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ ഇതാണ്. അവർ മഹ്ശറിലേക്ക് കടന്നു വരുമ്പോ അവർ രക്തവും ജലവുമൊക്കെ ഛർദ്ദിക്കുന്ന രൂപത്തിലാ കടന്നു വരുന്നത്. ഫഹാദാ ജസാഉഹും, ഇതാണ് അവർക്കുള്ള പ്രതിഫലം. വമസീറുഹും മിനന്നാർ, അവരുടെ മടക്കം നരകത്തിലേക്കാണ്, നരകത്തിലേക്കാ എന്ന് അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് ഒരാൾ വിളിച്ചു പറയുമെന്ന് ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു